എന്താണ് പ്രശ്നം? തന്നോട് ഞാൻ ഒരു ജോലിയല്ലേ ചെയ്യാൻ പറഞ്ഞോളൂ. ഇതേ നോക്ക്, പാല് മുഴുവൻ തിളച്ചുപോയി. വേണ്ട. അയ്യോ, തേങ്ങ തിരുമ്മിക്കൊണ്ടിരുന്നപ്പോ ഞാൻ അതങ്ങ് മറന്നുപോയി. ദേഷ്യപ്പെടുമ്പോ എന്റെ ലക്ഷ്മിക്കുട്ടിയെ കാണാൻ എന്ത് ഭംഗിയാവേ. മര്യാദക്ക് ഇത് തുടയ്ക്ക്. എനിക്ക് ഇപ്പൊ ചായ വേണം. ആരതി അമ്മ ചായ എന്ന് പറഞ്ഞ ഇപ്പൊ ഇങ്ങോട്ട് വരും. രണ്ടുപേർക്കും ചായ. ഇന്നൊരു ദിവസം നീട്. നിന്റെ കയ്യിൽ നിന്ന് ചായ കുടിച്ചിട്ട് എത്ര നാളായി? ശരി, ഞാനിന്ന് ചായ ഇടാം. നീല പോയി ടോയ്ലറ്റ് കളിക്കേ. ഞാനോ? ഗിരിജ വരൂല്ലേ? അവിടെ അടുത്ത് പറ, ഞാൻ ഓഫീസിൽ പോകാൻ കുളിച്ചു. ഇന്ന് ഗിരിജ വരൂല്ല. അപ്പൊ ശരി, എന്നാ നാളെ കഴുകാൻ പറ. നാളെ ഗ്രില്ല് ഷെൽഫ് എല്ലാം ക്ലീൻ ചെയ്യണം അവൾക്ക്. ഒരുപാട് ജോലിയുണ്ട്. ഇന്ന് ഞാൻ ടോയ്ലറ്റ് കഴുകാന്ന് വിചാരിച്ചതാ. നീ എന്നോട് ചായ ഇടാൻ പറഞ്ഞില്ലേ? ഞാൻ ചായ ഇടാം. നീ പോയി ടോയ്ലറ്റ് കഴുകുന്നില്ല. ഹലോ, സെക്രട്ടറി നീലമേഘ സ്പീക്കിംഗ്. സെക്രട്ടറി സാറേ, ഞങ്ങളുടെ ഫ്ലോറിലെ ട്യൂബ് ലൈറ്റ് മാറ്റാൻ കഴിഞ്ഞ ആഴ്ചത്തെ മീറ്റിംഗിൽ ഞാൻ പറഞ്ഞതാ. ഒരു ട്യൂബ് ലൈറ്റ് മാറ്റാൻ സാറിന് ഇത്രയൊക്കെ ദിവസം വേണം. ഞാനേ ഇപ്പൊ ഒരു അത്യാവശ്യ കാര്യം ഇവിടെ ചെയ്തോണ്ടിരിക്കുക. സാറേ, അത് മാത്രല്ല, ചെയ്യാന്ന് പറഞ്ഞ പല കാര്യങ്ങളും സാർ ഇതുവരെ ചെയ്തിട്ടില്ല. ഈ ടെറസിന്റെ മുകളിലെ പഴയ ടയറിന്റെ ചെടിച്ചട്ടിയിൽ വെള്ളം നിറഞ്ഞ് അതിൽ കൊതുക് മുട്ടിട്ട് പെരുകി കൊതുകടി കൊണ്ട് ഈ ഫ്ലോറിൽ ആർക്കും നിൽക്കാൻ വയ്യ. ഇവിടെ പ്രായമായ ആളുകളും കുട്ടികളൊക്കെ ഉള്ളതാ. ഇപ്പോഴും കടിച്ചൊരു കൊതു. സെക്രട്ടറി എന്ന് പറഞ്ഞ് വെറുതെ നടന്നാ പോരാ, ജോലി ചെയ്യണം. അതെ, ഒരല്പം കൂടി ഡീസന്റ് ആയിട്ട് സംസാരിക്കണം. ഡിലേ ആയി, അതൊക്കെ ശരി തന്നെയാ. അതിനിങ്ങനെ റേസ് ആകേണ്ട ഒരു കാര്യവും ഇല്ല. ഒരു കാര്യം ഞാൻ പറയാം. 3 മാസമായി നിങ്ങൾ മെയിൻ്റെനൻസ് തന്നിട്ട്. നിങ്ങൾ മാത്രമല്ല, നിങ്ങളെ പോലെ കുറച്ച് പേരൂടെ ഇവിടെ ഉണ്ട്. എല്ലാരും കറക്റ്റ് ആയിട്ട് മെയിൻ്റെനൻസ് തന്നാലേ എനിക്കിത് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതെല്ലാം പൈസ ചെലവുള്ള കാര്യങ്ങളാണ്. പിന്നെ ഇങ്ങനെ വിളിച്ചൊച്ച വെക്കാനായിട്ട് ഞാൻ നിങ്ങളുടെ സെർവൻ്റ് ഒന്നും അല്ല. വളരെ തിരക്കുള്ള ഒരു വ്യക്തിയാ ഞാൻ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്തോണ്ടിരിക്കുകയെന്ന് ആദ്യമേ പറഞ്ഞു. കൈയും കാലും ഇവിടെ ഒടിഞ്ഞിട്ട് നേരെയില്ല. ഇതിന്റെ ഇടയിൽ കൂടെ നിങ്ങൾ പറയുന്നത് കേൾക്കാനായിട്ട് ഞാൻ സമയം കണ്ടെത്തിയില്ലേ? സോ റെസ്പെക്ട് തരാൻ പഠിക്കണം. നിങ്ങൾ മെയിൻ്റെനൻസ് ആദ്യം അടച്ചു തീർക്ക്. ഇനി വിളിച്ച് ഇങ്ങനെ ഒച്ച വെക്കരുത്. കക്കൂസ് കഴുകല ഇമ്പോർട്ടന്റ് ജോലി. കോപ്പിലൊരു സെക്രട്ടറി. എടാ, നീ ഫ്രണ്ടിക്കോ. അത് തന്നെ. ഓ ചത്തുക്കോ. ഓഹോ, ഞാൻ മെല്ലെ വരാം, നീ ഫ്രണ്ടിക്കോ. കണ്ണീർ മഴയത്ത് ഞാനൊരു ചിരിയുടെ കുട ചൂടി. വന്ന് ഈ ഫ്ലാറ്റിൽ യാതൊരു സ്വൈര്യം ഇല്ലാണ്ടേ. ഇതും കൂടി ചേർത്താ നീലമേഘത്തിന് ഇതിനൊരു പരാതി കൊടുക്കാം. ഇവന്റെ ഒക്കെ കൊരവള്ളി മുറുക്കിയ വേണ്ടേ ഒരു പാട്ടുകാരൻ. പാട്. പകലിൻ പുഞ്ചിരി സൂര്യൻ, രാവിൻ പാൽച്ചിരി ചന്ദ്രൻ.
ദീപു പുറത്തോട്ട് വന്നാ ഞാൻ നിന്റെ പണി ഞാൻ തീർക്കുവേ. ചെല്. ഇന്നലെ ഞാൻ നേരെ ഉറങ്ങിയിട്ടില്ല. വെറുതെ ടെൻഷൻ അടിച്ചിട്ട് ഒരു കാര്യമില്ല. കിട്ടാനുള്ളതാണെങ്കിൽ കിട്ടും. അച്ഛാ ആ വിളിച്ചായിരുന്നോ? ഇല്ല മോനെ. സോറി അച്ഛാ, പോയിട്ട് വരാം. ഹരി, 12:15 നിന്റെ നീറ്റിന്റെ റിസൾട്ട് വരുന്നേ. അതെ. ആദ്യത്തെ 1000-ലെങ്കിലും ഉണ്ടാവോ? കിട്ടുമോ? എന്താ കിട്ടും. ആ എടാ, എന്റെ ഉള്ളു ഉരുപ്പിടി എല്ലാം പണയം വെച്ചിട്ടാ നിന്നെ ഈ കോഴ്സിന് കൊണ്ട് ജോയിൻ ചെയ്യിപ്പിച്ചത്. എന്നിട്ട് നിനക്ക് ഇത്ര കോൺഫിഡൻസേ ഉള്ളോ? ഇടൂ, അതല്ലേ പറഞ്ഞത് അവന് കിട്ടുമെന്ന്. ആ, കിട്ടിയാ കൊള്ളാം. അല്ലെങ്കിൽ ഇനി ഇവിടെ ഒന്നും ഇല്ല. പണയം വെക്കാനും വിറ്റ് പറക്കാനും സീറ്റ് വാങ്ങിക്കൊടുക്കാനും ഒന്നും. എടാ, നിന്റെ ആന്റിയുടെ മക്കളെ പോലെ നീയും ആവുന്ന ഞാൻ അവരോട് ബെറ്റ് വെച്ചിരിക്കണേ. ചതിക്കല്ലേ മോനെ. അമ്മ, ഞാൻ എന്റെ മാക്സിമം ചെയ്തിട്ടുണ്ട്. കണ്ടോ ഏട്ടാ, അവൻ ഇപ്പോഴും ഇത്ര ഉറപ്പേ ഉള്ളൂ. എന്തായാലും ഉച്ചയ്ക്ക് അറിയല്ലോ, അപ്പൊ നമുക്ക് സംസാരിക്കാം. കിട്ടും കേട്ടോ, ടെൻഷൻ ഒന്നും ആവണ്ട. ദീപു, നിനക്കെന്തിനാ ലൈറ്റർ? നീ സിഗരറ്റ് വലിക്കും. നീ ഇതെന്താ പറയണേ? എനിക്ക് സിഗരറ്റിന്റെ മണം പോലും ഇഷ്ടമല്ല. തലവേദന വരും. ഡോക്ടർ ആകാൻ പോകുന്ന എനിക്ക് അറിഞ്ഞൂടെ സ്മോക്കിംഗ് കോസസ് ക്യാൻസർ, സ്മോക്കിംഗ് ഈസ് ഇഞ്ചുറീസ് ടു ഹെൽത്ത് എന്ന്. ഇതെന്റെ ലൈറ്റർ അല്ല. എന്നാരുടെയാ? ആ, ഇപ്പൊ ഓർമ്മ വന്നു. നമ്മുടെ ശാന്തി ചേച്ചി ഇന്നലെ ഇവിടെ തൂക്കാൻ വന്നിരുന്നു. അപ്പ കയ്യിൽ നിന്ന് വീണതാ. തിരിച്ചു കൊടുക്കണം. അതിന് ശാന്തി ചേച്ചി സിഗരറ്റ് വലിക്കോ? പാവം, എത്ര വീട്ടിലാ ജോലി ചെയ്യുന്നത്. ഒരു ദിവസം പോലും അവധി കിട്ടാനില്ല. ഒരുപാട് സങ്കടമുണ്ട്. അപ്പൊ ആ വേദനയൊക്കെ മാറാൻ വേണ്ടി 1-2 സിഗരറ്റ് വലിക്കും. പാവാട്ടോ ശാന്തിയൊക്കെ. ഞാൻ അറിഞ്ഞെന്ന് അറിഞ്ഞിട്ട് തന്നെ ശാന്തി ചേച്ചിക്ക് ഭയങ്കര വിഷമായി. ഇനി നീയും കൂടി അറിഞ്ഞെന്ന് അറിഞ്ഞോണ്ടല്ലോ, ശാന്തി ചേച്ചിനെ പിടിച്ചാൽ കിട്ടൂല. ഐ ലവ് യു ശാന്തി ചേച്ചി. എല്ലാം ശരിയാവും, ടെൻഷൻ അടിക്കല്ലേ. ഇവൻ ഇതെന്തു പറ്റി? എനിക്കറിയൂടാ. നീ എന്തിനാ ഇവിടെ മാത്രം തുടച്ചോണ്ടിരിക്കുന്നേ? അത് ഈ ഈച്ച വീണെടുത്ത് മൊത്തം തണ്ണിമത്തം വീണെടുത്ത് മൊത്തം തണ്ണിമത്തം അത് തുടച്ചോണ്ടിരിക്കുക. ഭയങ്കര ഈച്ച. നീ അതും തരുന്ന ജോലി മര്യാദക്ക് ചെയ്യാത്ത നീ എന്താ സാറേ ഇത്? ഞാൻ വിശ്വസിക്കണം അല്ലേ? അതെ സാറേ. നടക്കട്ടെ നിന്റെ ചുറ്റിക്കളി. നീ ഏത് തൂപ്പുകാരിയെ കാണിക്കാനാടാ നീ ഇവിടെ നിന്ന് തുടയ്ക്കണത്? ഒരു ദിവസം ഞാൻ നിന്നെ പിടിച്ചോളാം കേട്ടാ. എന്നെ? ആ, അതെ, നിന്നെ തന്നെ. കുരങ്ങനെ ഇങ്ങനെ വിട്ടാൻ പറ്റില്ലല്ലോ. കുരങ്ങൻ സാറേ, അല്ല സാറേ, സാറേ സാറേ സാറ് പറഞ്ഞിട്ട് എന്തെങ്കിലും ഞാൻ ഇതുവരെ ചെയ്യാതിരുന്നിട്ടുണ്ട്. തന്നോട് ഞാൻ ടെറസിലെ ടയറും പൂച്ചട്ടിയും ക്ലീൻ ചെയ്യാൻ പറഞ്ഞിട്ട് ദിവസം 4 ആയി. താനത് ചെയ്തില്ലല്ലോ. കൊതുകടി താങ്ങാൻ വയ്യെന്നും പറഞ്ഞ് ഇവിടുത്തെ അവന്മാരെല്ലാം കൂടെ എന്നെ ഫോണിൽ വിളിച്ചു ചൊറിയ. അറിയോ തനിക്ക്? കൊതുകിന് മരുന്നടിക്കുന്നവനെ വരാൻ പറഞ്ഞിട്ട് അവൻ ഇന്ന് വരാം നാളെ വരാം എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നതല്ലാതെ വരുന്നില്ല. ഞാൻ എന്ത് ചെയ്യാൻ? തനിക്ക് എല്ലാത്തിനും ഓരോ ന്യായീകരണങ്ങളുണ്ടല്ലോ. ഇന്ന് അവിടെ വൃത്തിയായിരിക്കണം, അല്ല കൊതുകെല്ലാം തന്നെ കടിക്കും. പിന്നെ അത് സാറേ, മരുന്നടിക്കുന്നവൻ നാളെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നാളെ മരുന്നടിക്കുന്നവൻ വന്നില്ലെങ്കിൽ തന്നെ ഞാൻ അടിക്കും. പിന്നെ എടോ, ആ 3Gയിലെ പയ്യന്റെ അടുത്ത്, എന്തിനാ അവന്റെ പേര്? സിദിൻ സാർ. ആ, അവനോട് ഇത്രയും കെയർലെസ് ആകരുതെന്ന് പറയണം. അവൻ കുടിച്ചിട്ടുണ്ടായിരുന്നു? അയാൾ കുടിക്കത്തില്ല, നല്ല മനുഷ്യനാ. എനിക്ക് കുടിക്കുന്ന സ്വഭാവമുണ്ട്, ഞാൻ എടുക്കാം. അതെ സാർ. അല്ല സാർ, സോറി സാർ, അറിയാതെ വായിന്ന് വീണുപോയി. വീഴും വീഴും. ആ തണ്ണിമത്തങ്ങ തന്റെ തലേ വീണിരുന്നേ അറിയായിരുന്നു. അങ്ങനെയൊന്നും വീഴൂല സാർ. സാർ, സാറിന്റെ അടുത്ത് ഞാൻ ലീവിന്റെ കാര്യം പറഞ്ഞിരുന്നില്ല. അടുത്ത ആഴ്ചയാണ് ലീവ് വേണ്ടത്. നീ ഇല്ലെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആര് നോക്കും? എടാ, ഒരാളെ സെറ്റ് ചെയ്തിട്ട് നീ പോക്കോ. ഓരോ കാര്യത്തിന് ഈ അപ്പാർട്ട്മെന്റിലുള്ളവർ എന്നെ വിളിക്കുമ്പോ ഞാൻ എന്ത് ചെയ്യും? പറ, നീ നിനക്കറിയാലോ. കാര്യമുള്ളൂ സാർ, അനിയന്റെ മോന്റെ കല്യാണമാണ്. ആദ്യം പറഞ്ഞ കാര്യങ്ങൾ നീ ചെയ്യും, റീപ്ലേസ്മെന്റ്, എന്നിട്ട് ആലോചിക്കാം. മാറി നിൽക്കങ്ങോട്ട്. ഏത് നേരം കണ്ടിയാണം. ഇത്രയും കണ്ടിയാണം കൂടിയത് പോരെ.
അല്ലെങ്കിൽ തന്നെ ഈ കാലത്ത് നമ്മൾ ആരെ സെറ്റ് ചെയ്യാൻ? ആരെങ്കിലും കൊണ്ടൊന്ന് ആക്കിയ പിന്നെ നമ്മൾ വരുമ്പോ അവൻ നമ്മുടെ മുതലാളിയാവും. അല്ലെങ്കിൽ തന്നെ ഇവിടെ ആൾക്കാരങ്ങ് ക്യൂ കിടക്കുമല്ലേ. ഇവന്റെ കാട്ടും തുമ്പും കേട്ട് ജോലി ചെയ്യാൻ ഞാനല്ലാതെ വേറെ ആരും വരാൻ. ഇവൻ നീലമേഘമല്ല, കാർമേഘമാണ്. കാർക്കോടൻ സാറേ. ആരോടാ ജോസേട്ട രാവിലെ തന്നെ എത്ര കലിപ്പ്? നമ്മൾ നീലമേഘൻ സാറിനോടാ? ഏയ് അല്ല സാർ, ഫോണിൽ അനിയൻ്റെ അടുത്താ. അല്ലാതെ നീലമേഘൻ സാറിൻ്റെ അടുത്ത് എനിക്കൊരു ദേഷ്യവും ഇല്ല സാർ. ലീവ് ചോദിച്ചിട്ട് തന്നില്ല എന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ പ്രശ്നമൊന്നുമില്ല. എന്നാലും ഫോണ് ചെവിയിൽ വെച്ച് തെറി വിളിക്കുന്ന ടെക്നിക്ക് അത് പൊളിച്ചു. താൻ പേടിക്കണ്ട, 1 മാസത്തിനുള്ളിൽ ഈ ഫ്ലാറ്റിലെ സെക്രട്ടറി ഞാനാവും. അതിനുള്ള കരുക്കളൊക്കെ ഞാൻ നീക്കി തുടങ്ങിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ചേട്ടൻ്റെ സങ്കടങ്ങളൊക്കെ മാറും. ആ പോയ നീലമേഘം പെയ്തൊഴിയധികം സമയം വേണ്ട, മനസ്സിലായോ? അങ്ങനെ സംഭവിച്ചാ തനിക്ക് ഞാൻ വെറും ലീവല്ല, പെയ്ഡ് ലീവ് തരും. പെയ്ഡ് ലീവ്. ഓക്കെ, മാറ്റം വിദൂരമല്ല ചേട്ടാ, വിദൂരമല്ല. പോട്ടെ, കുറച്ച് പരിപാടിയും കൂടി ഉണ്ട്. ഒക്കെ പറഞ്ഞ പോലെ കാണാം ചേട്ടാ. പോട്ടാ. ഓ കഴിച്ചോ സാറേ? ആ കഴിച്ചു. ചേഞ്ച്. താങ്ക്സ്. ഇനി ഞാൻ നിങ്ങളെ ശല്യപ്പെടുത്തൂല. സന്തോഷമായില്ലേ? ഓ കർത്താവേ, 495 രൂപയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റാ. അതിനെന്തോരം തിന്നു കാണും, ദേഹത്ത് കാണാനുമില്ല. ഇനി ശുഭമുഹൂർത്തം 12:30 1:30. ഓക്കെ. നിനക്കിത് എന്തിന്റെ കേടാടി? നാളെ ആരതിക്ക് പരീക്ഷയാണ്, ഇതുവരെ കറണ്ട് വന്നിട്ടില്ല. ജനറേറ്റർ ഓൺ ചെയ്യാൻ പറ. ചോദിക്ക അവരോട്, എന്നിട്ട് ഇങ്ങോട്ട് കേറിയാ മതി. പറയണം സാറേ. ജോസേ, ആ ജനറേറ്റർ എന്താണ് താൻ ഓണാക്കാത്തത്? എന്തോ തകരാറുണ്ട് സാറേ. ഞാൻ നോക്കട്ടെ, പറ്റിയില്ലെങ്കിൽ കമ്പനി നാളെ വിളിക്കുവേ. അയ്യോ, ഞാനങ്ങോട്ട് വന്നാലുണ്ടല്ലോ. എടോ, ഇത് ഇടയ്ക്കിടയ്ക്ക് നോക്കി വെക്കണ്ടേ ജോസേ? കഴുത സാറേ കേൾക്കുന്നില്ല. കേക്കുവോ? അവന്റെ ഒരു ശമ്പളം. അവിടെ നിന്നോ. ഞാനോ? ഓഫ് ചെയ്തിട്ടത്. ഓ ഭാഗ്യം, ഇല്ലെങ്കിൽ ആ കാർമേഘ ഇന്ന് തന്നെ മൂടിയേന്. കറണ്ട് വന്നില്ലായിരുന്നെങ്കിൽ അന്ന് തന്നെ ഒരു തീരുമാനമാവുമായിരുന്നു.